എടാ അത് മനുഷ്യൻ്റെ അല്ലല്ലേ? ആ എന്താടാ അതിങ്ങോട്ട് നിൽക്കുക. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് വാരണാസിയിലാണ്. വാരണാസി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഓർമ്മ വരുന്നത് ഈ ഗംഗാരതിയും പിന്നെ ശവസംസ്കാരമൊക്കെ ആണല്ലോ. ഞങ്ങളും അത് കാണാൻ തന്നെയാണ് വന്നത്. അപ്പോൾ ഈ ഗംഗാരതി കാണാൻ വേണ്ടി ഞങ്ങൾ ദശാശ്വമേധ ഘട്ടിലാണ് പോയത്. അവിടെ എത്തുമ്പോൾ നമുക്ക് കാണാം ഗംഗാ നദീനെ. ഗംഗാ നദി ഇത്ര വലിപ്പമുണ്ടെന്ന് ഞാൻ അപ്പം മനസ്സിലായത്. പിന്നെ ആഴം മനസ്സിലായത് ഒരു വലിയ ബോട്ട് പോയപ്പോൾ. ഇനി നമ്മൾ അതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഒരു സമയം തന്നെ പല കാര്യങ്ങളും കാണാൻ പറ്റും. കുറച്ചുപേര് കുളിക്കുന്നു, ഗംഗയിൽ കുളിച്ച പാപങ്ങളൊക്കെ മാറുന്നാണല്ലോ പറയുന്നത്. പിന്നെ ഒരാള് ഈ തോണീന്റെ ഹോൾസ് എല്ലാം ഒരു വാക്സ് ഉപയോഗിച്ച് ഇങ്ങനെ അടക്കുന്നതാണ്. പിന്നെ അവിടെ ഇഷ്ടംപോലെ ഈ പ്രാവും പരുന്തും ഒക്കെ ഉണ്ട്. ഇതിങ്ങനെ കൂട്ടത്തോടെ പറന്നു പോകാൻ ഭയങ്കര രസം അവിടുന്ന് കാണാൻ. ഒരു പ്രായമുള്ള ആള് രാമായണം വായിക്കുന്നു, കുറച്ചുപേര് മൊട്ടയടിക്കുന്നു. പിന്നെ ഒരു അത്ഭുതം തോന്നിയത് ഒരു ഫോറിനർ ദീപം ഒഴുക്കുന്നു ഗംഗയില്. ഇങ്ങനെ ഒരു സമയം തന്നെ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവിടെ. അങ്ങനെ ഒരു 6:30 ഗംഗാരതി തുടങ്ങി. ഗംഗാരതി ചെയ്യുന്നത് കാണാൻ ശരിക്കും നല്ല ഭംഗിയാണ്. ഒരു ഫ്ലോ അനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. ഒരു വാട്ടർ ഡാൻസ് പോലെ നല്ല ഒഴുകി ചെയ്യുന്നതാണ്. പിന്നെ ആ ചെയ്യുന്ന അവരുടെ മുഖത്ത് ശരിക്കും നമുക്ക് ഈ ഭക്തി എന്താന്ന് മനസ്സിലാവും. എന്തോ ഒരു ചിരിച്ചോണ്ട് പീസ്ഫുൾ ആയിട്ടാണ് അവർ ചെയ്യുന്നത്, ഒരു സ്ട്രെസ് ഒന്നും ഇല്ലാതെ. കാരണം ഏകദേശം 1 മണിക്കൂറിന്റെ അടുത്ത് തന്നെ ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഗംഗാരതി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഈ ശവസംസ്കാരം നടക്കുന്ന ഘട്ടിലാണ് പോയത്, മണികർണിക ഘട്ട്. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ കാണുന്ന ഒരു പട്ടി മനുഷ്യന്റെ എല്ല് തിന്നാണ്. അപ്പം തന്നെ ഞങ്ങൾ ഒരു മൂടൊക്കെ മൊത്തം ചേഞ്ച് ആയി. പിന്നെ ഫുൾ ഒരു സൈലൻസ് ആയിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് നമ്മൾ മനുഷ്യരെ ഓരോ മൃഗങ്ങളെ ആഹാരമാക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മളും ഒരു സമയമായാൽ ആഹാരമാവുന്ന ഒരു സത്യാവസ്ഥ മനസ്സിലായി. ഇപ്പൊ നമ്മൾ ഈ ഗംഗേന്റെ അടുത്തോട്ട് പോകുമ്പോൾ നമുക്ക് കുറെ ബോഡി ഇങ്ങനെ കത്തിക്കുന്ന കാണാം. അവിടെ എത്തിയപ്പോൾ ഒരു പ്രത്യേകതര ഒരു ആംബിയൻസ് ആയിരുന്നു. നമ്മൾ ഇതുവരെ അനുഭവിക്കാത്തൊരു ഫീല് അത് അവിടെ തന്നെ കിട്ടുള്ളൂ. അത് വേറെ എവിടെയും കിട്ടാൻ പോകുന്നില്ല. എന്തോ നമുക്കുള്ളൊരു സങ്കടവും പിന്നെ കുറെ റിയലൈസേഷനും അങ്ങനെ തോന്നും. ഒരു വേറൊരു വേൾഡിൽ എത്തിയപ്പോൾ ഒരു അവസ്ഥയായിരുന്നു. അവിടെയുള്ള ഒരു കത്തുന്ന ബോഡീന്റെ കൈ പുറത്തായിരുന്നു. അതിൽ നിന്നിങ്ങനെ ഒരു വെള്ളം ഇങ്ങനെ ഉറ്റുന്നത് നമുക്കിങ്ങനെ കാണാം. ഇങ്ങനെ ബോഡി ഇങ്ങനെ കത്തി കാണുമ്പോൾ നമുക്കൊരു തോന്നും നമ്മളെല്ലാവരും ഈ ജാതിന്റെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലും അടിയുണ്ടാക്കി പിന്നെ ബാക്കി ജീവിതം വിദ്വേഷത്തിലും ദേഷ്യത്തിലും വെറുപ്പോടെ അവസാനം ഇങ്ങനെ കത്തിച്ചാമ്പലാണെന്ന് ആലോചിക്കുമ്പോൾ അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു നമുക്ക് മനസ്സിലാവും. വേറൊരു അത്ഭുതം ആയൊരു സംഭവം കണ്ടത്, ഈ ഇത് കത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് 2 ഫോറിനർ ഒരു വൈറ്റ് ഡ്രസ് ഒക്കെ ഇട്ടിട്ട് അവിടെ ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാണ്. ഇതിന്റെ കറക്റ്റ് മുന്നിൽ തന്നെ മെഡിറ്റേഷൻ ചെയ്യാണ്. അത് കാണുമ്പോൾ ഒരു ഉള്ളില് ഭീതിയാണ് ഉണ്ടാക്കിയത്. അവരെന്നാ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. വേറെ ഒരു ലോകം തന്നെ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് അങ്ങോട്ട് നടന്നു. അപ്പൊ നോക്കുമ്പോൾ വേറൊരു ഫോറിൻ സ്ത്രീ ഈ കറുപ്പ് ഡ്രസ് ഇട്ടിട്ട് നിലത്തിങ്ങനെ കിടക്കുക. എന്നിട്ട് ഈ പ്രസിനിമയെ കാണുന്ന പോലെ നാഗവല്ലിയൊക്കെ ചെയ്യുന്ന പോലെ കൈയും കാലൊക്കെ ഇങ്ങനെ അമർത്തുക, പിന്നെ അവിടെയുള്ള പൊടിയെല്ലാം മേത്തിങ്ങനെ ആക്കുക. അപ്പൊ അടുത്തുള്ള ആൾക്കാർ പറയുന്നുണ്ട് അവിടെ ചൂടാണ്, തീയാണ്, ഇങ്ങോട്ടേക്ക് ആക്കാനൊക്കെ. പക്ഷെ അവര് വരുന്നേ ഇല്ല. അപ്പൊ അവരുടെ കൂടെ ഒരു വയസ്സായ ഒരാളുണ്ട്. അവരൊരു ഇന്ത്യൻ ആളാണ്. അന്നേരം ഈ സ്ത്രീ പെട്ടെന്ന് അങ്ങ് എഴുന്നേറ്റു. ചുറ്റുള്ള കരണ്ടൊക്കെ പോയി. പിന്നെ ആ സ്ത്രീയും ബാക്കിലുള്ള തീയുമാണ് കാണുന്നത്. നമ്മളെല്ലാരും പിടിച്ചു. അവിടെ ചുറ്റുള്ള ആൾക്കാരെല്ലാം ഒന്ന് ഒച്ച ഉണ്ടാക്കി ബാക്കോട്ടൊന്ന് മാറി. എന്നിട്ട് ആ സ്ത്രീ ഒച്ച തലറ ഗെറ്റ് ഔട്ട് നമ്മളെല്ലാം പറയാ. ശരിക്കും നമ്മൾ ഈ പ്രേത സിനിമയൊക്കെ കാണുന്ന പോലെ അതേ അനുഭവം. നല്ലോണം പേടിച്ചു. അതുമല്ല ആ സ്ത്രീയായിട്ട് ഓടി അടുത്തായിട്ട് വന്നിട്ട് ഉറപ്പാ നമ്മള് അവിടെയുള്ള എല്ലാരും കൂടി ഹാർട്ടാക്കി വന്ന് മരിക്കും. പിന്നെ ആ വയസ്സായ ആള് ആ സ്ത്രീയെ വിളിച്ചിട്ട് അവിടെ ഇരുത്തിയിട്ട് അയാള് നമ്മളെ വിളിക്കുക പൈസയ്ക്ക് വേണ്ടിയിട്ട്, അനുഗ്രഹം വാങ്ങിയ പൈസ വാങ്ങിയ. എന്നിട്ട് അവിടെ ഞങ്ങളെ വിളിച്ച് ഇങ്ങോട്ട് ആ മക്കളെ ഞങ്ങളെ കേട്ട് പേടിച്ചിട്ട് നൈസായിട്ട് അവിടെ നിന്ന് പോയി. ഇപ്പൊ ഇതാണ് ഗൈസ് അന്നത്തെ വാരണാസി രാത്രിയുള്ള അനുഭവങ്ങൾ. അന്ന് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യൻസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഓക്കെ, പക്ഷേ ഫോറിനേഴ്സ് ആദ്യം നല്ല സ്ത്രീ ഗംഗയില് ദീപം ഒഴുക്കുന്നത്, പിന്നെ 2 പേര് ഈ ശവസംസ്കാരത്തിന്റെ മുന്നേ ഇരുന്ന് തപസ്സരിക്കുന്നത്, പിന്നെ ഈ സ്ത്രീയെ കാണുന്നത് കറുപ്പൂട്ടിട്ട് ശരിക്കും ഈ ഭദ്രകാളിയോ പ്രേതത്തിന്റെ ഒരു രൂപത്തിൽ ഇങ്ങനെ നിൽക്കുക. അവരെല്ലാം എങ്ങനെ ആയത്, അങ്ങനെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളായിരുന്നു അന്ന് രാത്രി. അപ്പൊ ഗൈസ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ തോട്ട്സ് ഒക്കെ കമന്റായി അറിയിക്കൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. അപ്പോൾ ബൈ.